ഓഗസ്റ്റ് 14 റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന വിശാലിന്റെ മകുടം സിനിമയിലെ പുതിയ സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. കാത്താക വാഴപ്പോറെ. ജി.വി. പ്രകാശാണ് മ്യൂസിക്. എത്ര പാട്ടാ ഇനി ഇറക്കും? സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ 99th ഫിലിമാണ് പുറച്ചിട്ടാമതി വിശാൽ, ജി.വി. പ്രകാശ്, മകുടം. ഹരിചരൺ മേഘനയാണ് പാടിയിരുന്നത്. ഫാമിലി സോങ്. ഫാമിലിയാണ് കണ്ടത്. വിശാൽ ദുഷറാജനാണ് നായിക, രണ്ട് മക്കൾ. സത്യത്തില് ജയപ്രകാശ് ഇപ്പം ഒരുപാട് പടങ്ങളുണ്ട്. അതും ഉള്ള പടങ്ങളിലെല്ലാം നാലോ അഞ്ചോ പാട്ടുകളും ഉണ്ട്. എല്ലാത്തിലും തീം മ്യൂസിക്കും ഉണ്ട്. ഇപ്പൊ എങ്ങനെയോ അക്സെപ്റ്റ് ചെയ്ത് ചുമ്മാ എന്തോ റിലീസ് ചെയ്ത് വിടുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലിറിക്സ് എഴുതി അങ്ങനെ ഒരു ചുമ്മാ ഒരു പാട്ട് റിലീസ് ചെയ്ത് വിടാം, ഇങ്ങനെയാണ് പാട്ട്. ആൻഡ് പാട്ടിന് ടൈറ്റിൽ വരുമ്പോഴും നമ്മൾ കേട്ട് മടുത്ത ഒരു ടൈറ്റിൽ തന്നെയാണ് കാത്താക വാഴപ്പോറെ. ആ ഒരു ടൈറ്റിലിനും ഒരു സുഖമില്ല, പാട്ടിന്റെ ലിറിക്സിനും ഒരു സുഖമില്ല, പാട്ടിന്റെ ബീറ്റ്സിനും ഒരു സുഖമില്ല, പാട്ടിനും ഒരു സുഖമില്ല. അത് എന്തോ ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചോണെന്ന് തോന്നുന്നത്, ജീവപ്രകാശ് ഇങ്ങനെ വെറുതെ എന്ത് അടിച്ചു വിടാന്നുള്ള ഒരു മാപ്പിൽ ചെയ്തു വിടുമെന്നാണ് തോന്നുന്നത്. ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ചെയ്യുന്ന പോലെ പേഴ്സണൽ എനിക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്താൽ കമന്റ് ചെയ്തേക്ക്. പാട്ട് പോലെയല്ലേ ഇതിന്റെ ബന്ധമില്ലാത്ത പാട്ട് പോലെ എഴുതുന്നു. വളരെ വളർന്നുണ്ട്. ഈ പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഡാൻസും ഉണ്ട് കേട്ടാ. സ്ക്രീൻ പ്ലേ ആൻഡ് ഡയറക്ഷൻ വിശാൽ, മ്യൂസിക് ജി.വി. പ്രകാശ്. ഇത് ഓഗസ്റ്റ് 14 ക്ലാഷ് റിലീസാണ് വരുന്നത്. സൂര്യയുടെ വിശ്വനാഥ് ആൻഡ് സൺസ് ഉണ്ട്, കവിന്റെ ഹായ് സിനിമ ഉണ്ട്, നയൻതാര നായികയായ. ഈ മൂന്ന് സിനിമയും ഒരേ ദിവസം ഓഗസ്റ്റ് 14 വരുന്നത്. സത്യത്തിൽ എന്താണ് ജീവപ്രകാശ് ഇപ്പൊ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പേഴ്സണലി. ഇത് 2 മിനിറ്റേ ഉള്ളൂ കേട്ടോ ഈ പാട്ട്. ഈ 2 മിനിറ്റ് ഉള്ള പാട്ടിന് ഈ പാട്ട് റിലീസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. 2 മിനിറ്റ് അല്ലേ, അത് ഒരു ചെറിയൊരു BGM കാര്യങ്ങളായിട്ട് വല്ല എടുത്ത് തട്ടി വിട്ടൊക്കെ തീരാവുന്നതേ ഉള്ളൂ. ഒരു പാട്ടായിട്ട് റിലീസ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി ഇല്ല. പാട്ടും പോരാ, ലിറിക്സും പോരാ, ടൈറ്റിലും പോരാ, വീഡിയോയും പോരാ. എന്തോ ഒരു വേണ്ടാത്ത പോലെ റിലീസ് ചെയ്ത പോലെ, ഒരു ആവശ്യവും ഇല്ലാതെ ചുമ്മാ ഇന്ന് നമ്മൾ ഈ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി റിലീസ് ചെയ്യൂലേ, അതുപോലെ എന്തോ റിലീസ് ചെയ്ത പോലെ. ഹരിചരനാണ് പാടിയത്, സൂപ്പർ പാട്ടുകാരനാണ് പുള്ളിക്കാരൻ. പക്ഷെ എന്തുകൊണ്ടാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവര് ഈ പാട്ടും ഒരു ബന്ധവുമില്ലാതെ പാടിയും പോകുന്ന, ഒരു ബന്ധവുമില്ലാതെ പാട്ടും ചെയ്യുന്ന, ഒരു ബന്ധവുമില്ലാതെ ലിറിക്സും വരുന്ന, ഡിസപ്പോയിന്റഡ്. ഞാൻ അതല്ലേ പറഞ്ഞ, ഞാൻ ജീവപ്രകാശ് അങ്ങനെ ഇപ്പൊ ഒരുപാട് പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബിസിനസ് ഉണ്ടെങ്കിലും, ഞാൻ ബിസിനസ് അല്ല, ബിസിനെസ് ഉണ്ടെങ്കിലും, ബട്ട് എന്നിരുന്നാലും എന്തിനോ വേണ്ടിയൊക്കെ ചെയ്യുന്ന പോലെ പാട്ടിപ്പോ ഒരു ഒരു ആ ഒരു ജി.വി. പ്രകാശിന്റെ ആ ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത പോലെ. ഇതിപ്പോ ജി.വി. പ്രകാശിന്റെ പാട്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല. ഇത് എന്തിനോ വേണ്ടി കാത്താക വാഴ ബെസ്റ്റ് പാട്ട്. ആൻഡ് സൂര്യയുടെ തന്നെ ഇപ്പോ ഈ വിശ്വനാഥ സെൻസിലെ പാട്ടെല്ലാം നിങ്ങൾ കേൾക്കണം. മൊക്കെ പാട്ട് ഒന്നും പറയാനില്ല. അതിപ്പോ ദ വൺ എന്നൊരു പാട്ട് ഇറക്കി,
ഒരു ഗുണവുമില്ലാത്ത പാട്ട്. ആൻഡ് സൂര്യ പാടിയ ഒരു പാട്ടിറക്കി, ഒരു ഗുണവുമില്ല. ഫസ്റ്റ് ആ പട്ടാമ്പൂച്ച അത് പിന്നെയും ആദ്യം കേട്ടപ്പോ ഒക്കെ പിന്നെയും ഓക്കെ, കുഴപ്പമില്ലാത്ത രീതിക്ക്, ബാക്കിയെല്ലാം കണക്കാണ്. എന്ത് ചെയ്യുന്നൊരു പിടി കിട്ടില്ല. ഇത് കാത്താക വാഴപ്പുറ ആളെ ഉടറ സാമി.